ട്രേഡിംഗ് എന്ന് പറയുന്നത് റഫ് ആൻഡ് ടഫ് റോഡ് തന്നെയാണ്, ഈസി വേ ഓഫ് മണി മേക്കിംഗ് അല്ല എന്ന് ഞാൻ ലേറ്റർ മനസ്സിലാക്കി. 2017-18 ഞാൻ ക്രിപ്റ്റോയിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ഒരു ഹ്യൂജ് ലോസിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ലക്ഷങ്ങൾ മുടക്കി പല സ്ട്രാറ്റജീസ് പഠിച്ചു, എന്നിട്ടും ലോസസിൽ വന്നു നിന്നു. അവിടുന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ട്രേഡിംഗ് എന്ന് പറയുന്നത് 95% മൈൻഡ് ഗെയിം ആണ്, മൈൻഡ് സെറ്റ് ആണെന്നുള്ളത്, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നതാണെന്നുള്ളത്. Can never be taught, can only be learned. ഞാൻ എൻ്റെ 8 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എൻ്റെ ഒരു കരിയറിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണിത്. I am Arun Murali, CEO, founder, Trademarks Academy, trader and stock market investor. ട്രേഡിംഗിൽ 10-ൽ 9 പേരും മാത്രമാണ് സക്സസ് ആകുന്നത്. എന്നാൽ എങ്ങനെ ഈ ഒരു 1%ലേക്ക് നിങ്ങളെ എത്തിക്കാം എന്നതാണ് ട്രേഡ്മാർക്സ് അക്കാഡമി ലീഡ് ചെയ്യുന്നത്. 2016 ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പം എല്ലാവരെയും പോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഉടായ്പാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് റിട്ടേൺസ് കിട്ടുകയില്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ ഹ്യൂജ് റിട്ടേൺസ് വേണം അല്ലെങ്കിൽ ഹ്യൂജ് ക്യാപിറ്റൽ വേണം എന്നതായിരുന്നു എൻ്റെ ചിന്താഗതി. പക്ഷേ ഇതെല്ലാം മാറിക്കിടന്നുകൊണ്ട് ഞാൻ വെറും 500 രൂപയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 10+ ചെയ്യാൻ്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഓൾസോ കേരളത്തിൽ തന്നെ ഏറ്റവും ബിഗസ്റ്റ് ട്രേഡിംഗ് അക്കാഡമിയുടെ ഓണറായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും പറ്റുന്നതാണ്. ബട്ട് എന്നാൽ എൻ്റെ ജേർണി ഡെഫിനറ്റ്ലി എല്ലാ ട്രേഡേഴ്സിനെ പോലെ തന്നെ, എല്ലാ സക്സസ്ഫുൾ ട്രേഡേഴ്സിനെ പോലെ തന്നെ റഫ് ആൻഡ് ടഫ് തന്നെ ആയിരുന്നു. ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരെയും പോലെ എക്സ്പെക്ടേഷൻസ് വളരെ ഹ്യൂജ് ആയിരുന്നു, വളരെ ഹൈ ആയിരുന്നു. പെട്ടെന്ന് തന്നെ മില്യനർ, ട്രില്യനർ ആകാം എന്നൊക്കെ ഒരു ചിന്തയില്ല, ഇല്ലെങ്കിൽ ലക്ഷങ്ങളിലോട്ട് ജമ്പ് ചെയ്യാം എന്നതായിരുന്നു ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ. കാരണം ട്രേഡർ എന്ന് കാണുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ജസ്റ്റ് ലൈക്ക് ലംബോർഗിനീസ്, ഫെറാറി, ഡുക്കാട്ടി, വാട്ടെവർ ഇറ്റ് ഈസ്, ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. പക്ഷേ ലേറ്റർ ഞാൻ ഇതിൽ നിന്ന് റിയാലിറ്റി മനസ്സിലാക്കിയായിരുന്നു. ഇതല്ല റിയാലിറ്റി. ട്രേഡിംഗ് എന്ന് പറയുന്നത് റഫ് ആൻഡ് ടഫ് റോഡ് തന്നെയാണ്, ഈസി വേ ഓഫ് മണി മേക്കിംഗ് അല്ല എന്ന് ഞാൻ ലേറ്റർ മനസ്സിലാക്കി. 2017-18 ഞാൻ ക്രിപ്റ്റോയിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ഒരു ഹ്യൂജ് ലോസിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ലേറ്റർ അതിൽ നിന്ന് എന്നെ സസ്റ്റെയിൻ ചെയ്ത് ആ ഒരു സിറ്റുവേഷനെ ഞാൻ ഓവർകം ചെയ്ത് ഞാൻ തിരിച്ചെത്തിയത് ട്രേഡിംഗിൽ നിന്നാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗിൽ നിന്ന്. എല്ലാ ബിഗിനിങ് ട്രേഡേഴ്സിനെ പോലെ തന്നെ ഞാനും സ്റ്റാർട്ട് ചെയ്തു. കൂടുതൽ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എന്നാൽ ആ എക്സ്പെക്ടേഷൻസ് എല്ലാം മാർക്കറ്റ് തന്നെ അടിച്ച് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. പയ്യെ മാത്രമാണ് ആ 500 രൂപയിൽ നിന്ന് പയ്യെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. പിന്നെ എല്ലാവരെയും പോലെ തന്നെ എൻ്റെ വിചാരം കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സക്സസ്ഫുൾ ആകാമെന്നായിരുന്നു. ഞാൻ അങ്ങനെ ക്യാപിറ്റലിന്റെ പുറകെ ഓടി നടക്കുകയും ക്യാപിറ്റൽ റേസ് ചെയ്തു. പക്ഷേ കുറേ അധികം തവണ എൻ്റെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയി പോവുകയായിരുന്നു. ലേറ്റർ കുറേ അധികം ഡിഫറെന്റ് സ്ട്രാറ്റജീസിന്റെ പുറകെ പോയി ലക്ഷങ്ങൾ മുടക്കി പല സ്ട്രാറ്റജീസ് പഠിച്ചു, എന്നിട്ടും ലോസസിൽ വന്നു നിന്നു. എന്നിട്ടാണ് ഞാൻ ഇൻഡെപ്ത് പിന്നെ നോക്കി എന്താണ് എൻ്റെ പ്രശ്നം, എന്തുകൊണ്ട് എനിക്ക് ഇത്രയും സ്ട്രാറ്റജീസ് അറിഞ്ഞിട്ടും എനിക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പ്രോഫിറ്റബിൾ ആകാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇൻഡെപ്ത് പോവുകയും അവിടുന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ട്രേഡിംഗ് എന്ന് പറയുന്നത് 95% മൈൻഡ് ഗെയിം ആണ്, മൈൻഡ് സെറ്റ് ആണെന്നുള്ളത്, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നതാണെന്നുള്ളത്. ലേറ്റർ അത് മാസ്റ്റർ ചെയ്ത് ഒരു 2020-21 ഒരു ഹ്യൂജ് എമൗണ്ട്, ഒരു ഹ്യൂജ് ക്യാപിറ്റലിലേക്ക് ഞാൻ ലേറ്റർ ഒരു 3rd or 4th ടൈം തന്നെ ഞാൻ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനോടൊപ്പം 12ഓളം ബിസിനസ് ഞാൻ വർക്കൗട്ട് ചെയ്യുകയും ഫെയിലിയർ ആയി പോവുകയായിരുന്നു. 2021 ഞാൻ ട്രേഡ്മാർക്സ് അക്കാഡമി, അന്ന് ട്രേഡിംഗ് കമ്പനി ആയിരുന്നു, ട്രേഡ്മാർക്സ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുകയും ലേറ്റർ ഇന്ന് 2023-2024 ബേഴ്സ് ട്രേഡിംഗ് അക്കാഡമി ആയിട്ട് ട്രേഡ്മാർക്സ് അക്കാഡമി സസ്റ്റെയിൻ ചെയ്യുന്നു. 2021 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ അക്കാഡമി 2025 കേരളത്തിൽ തന്നെ ഏറ്റവും ബിഗസ്റ്റ് ലൈവ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ആൻഡ് റൈറ്റ് നൗ വി ആർ പ്ലാനിംഗ് ഫോർ എക്സ്പാൻഷൻ. മലയാളത്തിൽ മാത്രം സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന ട്രേഡ്മാർക്സ് അക്കാഡമി ഇനി മുതൽ ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് ലാംഗ്വേജസിലും നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. അതായത് സൗത്ത് ഇന്ത്യയിലോട്ടും ഇല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിലേക്ക് നമ്മൾ എക്സ്പാൻഷനിലോട്ട് പോവുകയാണ്. ഇതിനോടൊപ്പം തന്നെ PMS സെഷനിലോട്ടും നമ്മൾ ജമ്പ് ചെയ്യുകയാണ്. വലിയ രീതിയിൽ വിജയിച്ച് നിൽക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്, പലരെയും കണ്ട് നമ്മൾ ഇൻസ്പയറും ആയിട്ടുണ്ട്. എന്നാൽ അവർ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ ഒരു വലിയ പരാജയത്തെ മാറ്റി അത് വിജയത്തിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഫെയിലിയർ ആയോ ഇല്ലെങ്കിൽ സക്സസ് ആകാതെ നിൽക്കുന്നതായിരിക്കാം. എന്നാൽ ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് സക്സസ് ആക്കുകയും ഇതുപോലെ ഒരു വേദിയിൽ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറി പറയാനും കഴിയട്ടെ. ദിസ് ഈസ് മീ അരുൺ ഹിയർ, സൈനിങ് ഓഫ്.